അത് ഞാൻ കറക്റ്റ് ചെയ്തല്ലോ. രണ്ടാമത് പറയുന്നു ഈ ടി കെ ജോസ് അതായത് 1/1/2011 ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് പോയത് PCCF ലെറ്ററിൽ പറയുന്നു. അപ്പൊ അങ്ങനെ അത്രയും ലെറ്ററിൽ ഉൾപ്പെടെ കണ്ടെത്തുന്ന ഞാനത് പറഞ്ഞല്ലോ. ആ രണ്ട് കാര്യത്തിലും ഞാൻ മറുപടി പറഞ്ഞു. 1/11/2021 അങ്ങനെ മീറ്റിംഗ് ചേർന്നിട്ടില്ല. പറയട്ടെ. മന്ത്രി പറഞ്ഞ വിഷയം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിനാണല്ലോ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ പിന്നല്ലോ ക്യാബിനറ്റ് തീരുമാനം എടുത്തല്ലോ. ആ ചീഫ് സെക്രട്ടറിക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കാം. ഞാൻ പറയട്ടെ, അങ്ങനെ പറയട്ടെ, ഈ വിഷയത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഉണ്ടെന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചീഫ് സെക്രട്ടറിയുടെ മറുപടി പറയട്ടെ. ടി കെ ജോസ് അതിന് വ്യത്യസ്തമായ ഒരാളല്ലോ. ഞാനൊരു ക്ലീൻ ചിറ്റും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ഒരു കാര്യം എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ ബോധ്യം മനസ്സിലൂടെ ഉണ്ടാവണം ശരിയാന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കയറി അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല. ടി കെ ജോസിനെ കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി ചെയ്യാറുണ്ട്. ഏത് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഗവൺമെൻറ് തീരുമാനം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെട്ട് വന്നിരിക്കുന്നതിനാൽ അതിൻ്റെ പിറകിൽ അതും വരും. ആണ് ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ആ റിപ്പോർട്ട് വേട്ടെ. തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ചർച്ചകൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ പോലും ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് മന്ത്രിമാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു വരാത്തത്? അത് നമ്മൾ വ്യക്തമായി പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഇപ്പൊ റദ്ദാക്കാൻ. അതില് മന്ത്രിമാരായിട്ട് ചർച്ച ചെയ്യാത്തതിന്റെ പേരിൽ ഇപ്പൊ ഒരു ഉത്തരവും കൂടി ഇറങ്ങി. അതാണ് ചോദിക്കുന്നത്. അല്ലല്ല, ഗൗരവമായിട്ടുള്ള ചില എന്നോട് ബന്ധപ്പെട്ട ചർച്ചകൾ അത് എന്തുകൊണ്ടാണ് മന്ത്രിമാരെ അറിയിക്കുന്നു? മന്ത്രിമാർ ഞാൻ ഒന്നാമത്തെ കാര്യം, മരം മുറിക്കുന്ന ഈ കേസിൽ സ്വാഭാവികമായിട്ടും എൻ്റെ വകുപ്പിൽ എന്നോട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കണ്ടില്ല. നമ്പർ 1 മനസ്സിലാക്കാവുന്ന നമ്മൾ ഓരോ കാര്യങ്ങളോടും വേണ്ടേ അവനാരോട് ചിന്തിക്കാൻ. ജലവിഭവ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാ കാര്യവും എന്നോട് ആലോചിക്കുന്നുണ്ടോ? പിന്നെ ഇങ്ങനൊരു തീരുമാനം വരുമ്പം തീർച്ചയായിട്ടും വനംവകുപ്പ് മന്ത്രിയും ഞാനും ഒക്കെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അറിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഓഫീസും വന്നില്ല. അതുകൊണ്ടാണല്ലോ ഉത്തരവിറങ്ങി അന്ന് തന്നെ ഇത് മരവിപ്പിച്ചത്. ഒരു നിമിഷം താമസിപ്പിച്ചില്ലല്ലോ. ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് അവർ റദ്ദാക്കി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? മന്ത്രിസഭ അറിയാതെ ഒരു ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചില അപാകതയെല്ലാം ചൂണ്ടിക്കാണിച്ചു. ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. ഇനി നമുക്ക് എന്താ കാര്യത്തിൽ പ്രശ്നം എനിക്കറിഞ്ഞൂടാ. അത് എത്ര പറഞ്ഞാലും എൻ്റെ വിഷയം പക്ഷേ അത് തന്നെയല്ലേ 1000 തവണ പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥനെതിരെ വന്ന നടപടി റദ്ദാക്കാനുണ്ടായ സാഹചര്യം അതിന് മുമ്പ് ആലോചിക്കാത്തത് കൊണ്ടല്ലേ ഇതിങ്ങനെ എടുക്കേണ്ടി വന്നേ. അതിനു മുമ്പ് ആലോചിക്കാത്തത് കൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥനെ നടപടി എടുക്കേണ്ടി വന്നത്. ആ ഇറങ്ങിയ പ്രൊസീഡിങ്സിൽ ഏതൊക്കെ വകുപ്പും ആരെങ്കിലും ആണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണ്ടേ എന്നോട് ചോദിക്കാൻ. പ്ലീസ്, എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അദ്ദേഹം ഇറക്കിയ പ്രൊസീഡിങ്സ് എൻ്റെ റോൾ എന്താണ്? എൻ്റെ നിങ്ങൾ ഇനി മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ശശീന്ദ്രൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് അപ്പുറത്തോട്ട് എനിക്ക് പറയാനില്ല. അദ്ദേഹം പറയട്ടെ. ഒന്ന് രണ്ടാമത്തെ വിഷയം ഞാൻ മനസ്സിലാക്കിയത്, പ്രൊസീഡിങ്സ് PCCF എടുത്ത പ്രൊസീഡിങ്സിനകത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരിടത്തും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. എന്ത് കവറിംഗ് ലെറ്റർ അല്ലെന്ന ഡോക്യുമെന്റ്സ്. ഞാൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നല്ലോ. അല്ലെന്നേ ഞാൻ പറയുന്നില്ല. അതാ ഞാൻ പറയട്ടെ. അത് നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദിച്ച കാര്യമുണ്ടോ? ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മീറ്റിംഗ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി മേധാവിയായ ACS ചേർന്നതായിട്ടൊരു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലല്ലേ എനിക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ. ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. PCCF ആയിരിക്കും ഒരു പക്ഷേ ശശീന്ദ്രനായിട്ട് സംസാരിച്ചത്. കാര്യം ഞങ്ങൾ 2 കൂട്ടരും ഫയൽ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതേ, ഇതിപ്പോൾ ഞങ്ങൾ ഫോണിൽ എടുത്തല്ലേ. മന്ത്രിക്ക് ഫയൽ അയച്ചതിന് ശേഷമാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഞങ്ങളിത് കണ്ടു. ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു. അതാണല്ലോ ഞാൻ പറഞ്ഞ മറുപടി എല്ലാം.
അതായത് 1-11 യോഗം ചേർന്നിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുന്നു. മന്ത്രി പറയുന്ന അങ്ങനെ യോഗം ചേർന്നില്ല. അപ്പൊ രണ്ട് അഭിപ്രായങ്ങൾ മന്ത്രിമാർ തമ്മിലൊരു വ്യത്യാസമില്ല. ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രേഖകളാണ് സംസാരിക്കുന്നത്. ആ രേഖകളിൽ എവിടെ വിഷയമുണ്ടോ അവിടെ ചോദ്യം ചെയ്യും. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ആ മിൻസ് പറഞ്ഞതിന്റെ മിൻസല്ല ഞങ്ങൾ ക്ലിയർ ചെയ്ത് ആവർത്തിച്ച് പറയുന്നത്. PCCF അതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. PCCF കൊടുത്ത ലെറ്ററിൽ മൂന്നാമതായി പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചായിരിക്കും ശശീന്ദ്രൻ പറഞ്ഞത് എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. ആയിരിക്കട്ടെ. ആ മൂന്നാമത് പറഞ്ഞ കാര്യത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് മിനിറ്റ്സ് എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ച SCS ഇങ്ങനെ മീറ്റിംഗ് ചേർന്നിട്ടില്ല എന്നോട് പറയുന്നു. അപ്പോൾ ആ മിനിറ്റ്സ് കാണാതെ ഞാൻ എങ്ങനെ പറഞ്ഞു? ഏതെങ്കിലും ഒരു അപേക്ഷ നിങ്ങൾ ഇതെല്ലാം മറ്റൊരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പം അതിനാധാരമായി സമർപ്പിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അതിനോട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതല്ലേ കാണേണ്ടത്. ഇത് അറ്റാച്ച് ചെയ്ത് കാണുന്നില്ല. അതാണ് വിഷയം. അതിപ്പോൾ തർക്കത്തിൻ്റെ വിഷയം. അതൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. ഇന്നലെ മന്ത്രിസഭാ യോഗം ഇത് റദ്ദാക്കി. 1, ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. 3, ഇൻട്രസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിസഭയും ഗവൺമെൻറ്റും അറിയേണ്ടതാണ്. നടപടിക്രമങ്ങൾ പാലിച്ചൽ വീഴ്ച വരുത്തി നിയമാനുസൃതമായി നിൽക്കുകയില്ല എന്ന ടൈഗർ റിസർവാണ്. ഫോറസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെയും കൂടി അനുമതി ഇനി മേടിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നടപടിക്രമം പാലിക്കാതെയാണ് ഈ ഉത്തരവ് ഇറങ്ങിയതെന്ന കാരണത്താലാണല്ലോ ഇത് റദ്ദ് ചെയ്തിരിക്കുന്നത്. റദ്ദ് ചെയ്തൊരു കാര്യത്തിന് ഇനി ചോദ്യം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിതിന് ഇൻട്രസ്റ്റ് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അല്ല അവകാശ ലംഘനത്തിന് നോട്ടീസിന് എടുത്തുകൊണ്ട് അത് തീർച്ചയായിട്ടും സ്പീക്കർ പരിശോധിക്കട്ടെ. അത് നമുക്ക് നടപടി പറയാവുന്ന കാര്യമല്ലല്ലോ. അത് സ്പീക്കർ പരിശോധിക്കട്ടെ. അതെ, ഞാൻ മുല്ലപ്പെരിയാറും അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ കുറേയേറെ കഷ്ടപ്പെടുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുകയാണ്. അദ്ദേഹം വിശദമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മറുപടി നൽകുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രനുമായി മുല്ലപ്പെരിയാർ മരംമുറി വിഷയത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മന്ത്രിമാർ തമ്മിൽ എന്ന് വെച്ചാൽ ഞാനും അദ്ദേഹവും മന്ത്രി ശശീന്ദ്രനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യോഗത്തെക്കുറിച്ച് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ യോഗത്തെക്കുറിച്ച് 1-ാം തീയതി യോഗത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരു കാര്യം താൻ പരാമർശിച്ചത് എന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക് അതടക്കമുള്ള മറ്റ് വാർത്തകളിലേക്ക് വിശദമായിട്ട് വരാം പ്രധാന വാർത്തകൾക്ക് ശേഷം. VKC Pride പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride, celebrate hard work. ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ കടുപ്പിച്ച് പ്രതിപക്ഷം. സഭയിൽ MLA-മാർ എത്തിയത് സൈക്കിളിൽ. സൈക്കിൾ യാത്ര സിന്ദാബാദ്, സൈക്കിൾ യാത്ര സിന്ദാബാദ്. കുറയ്ക്കില്ല എന്ന് ധനമന്ത്രി. കുറയ്ക്കട്ടെ, കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്, അല്ലാതെ ഇവിടെ കൂട്ടാത്തവരല്ല കുറയ്ക്കേണ്ടത്. ഇവിടെ ഒരു മാറ്റം വരുത്താത്തവരല്ല കുറയ്ക്കേണ്ടത്, കൂട്ടിയവർ തന്നെ കുറയ്ക്കുകയാണ് സർ വേണ്ടത്. മരംമുറി വിഷയത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1-ാം തീയതി യോഗം നടന്നിട്ടില്ല. റോഷിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ്. മരംമുറി സർക്കാർ നേരത്തെ അറിഞ്ഞതിന് കൂടുതൽ തെളിവുകൾ. ധാരണ സെപ്റ്റംബർ 17 സെക്രട്ടറി തല യോഗത്തിൽ. സ്കൂൾ ഉദ്ഘാടന നോട്ടീസിൽ നിന്ന് G. സുധാകരനെ വെട്ടി H. സലാം. ആലപ്പുഴ CPM-ൽ പോര് തീരുന്നില്ല. വിവാദമായതോടെ തിരുത്തി പുതിയ നോട്ടീസ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ. ഇരുത്വാപ്പുഴ കണമല ബൈപ്പാസ് റോഡിൽ മണ്ണിടിഞ്ഞു. വില്ലുമല ആദിവാസി കോളനി ഒറ്റപ്പെട്ടു. ചെന്നൈയിൽ മഴക്കെടുതി തുടരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും അയച്ച കത്തുകളും റിപ്പോർട്ടിനൊപ്പം. ദത്ത് വിവാദത്തിൽ അനുപമ വീണ്ടും സമരത്തിൽ. ശിശുക്ഷേമ സമിതി സെക്രട്ടറിയെയും CWC ചെയർപേഴ്സണെയും മാറ്റണമെന്ന ആവശ്യം. കുഞ്ഞിന്റെ കാര്യത്തിൽ ആശങ്കയെന്നും അനുപമ. വയനാട്ടിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് പരാതി. ഡ്രൈവിംഗ് അറിയാത്തയാൾ കാർ മോഷ്ടിച്ചെന്ന് പോലീസ്. മീനങ്ങാടി പോലീസിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ. ചെക്ക് പോസ്റ്റിൽ നിയമിക്കാൻ സത്യസന്ധരായ ജീവനക്കാരില്ല എന്ന് ഗതാഗത കമ്മീഷണർ.
മോട്ടോർ വാഹന വകുപ്പിൽ ഭൂരിപക്ഷവും അച്ചടക്ക നടപടി നേരിടുന്നവരെന്നും സർക്കാർ ഉത്തരവിൽ പരാമർശം. 2020 ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലൻഡിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെതിരെ. മത്സരം രാത്രി 7:30 മുതൽ ദുബായിൽ. സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. സംസ്ഥാനം ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെതിരെ സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയമായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. അപകട മരണം സംഭവിച്ചയാളുടെ കയ്യിലെ മോതിരം ഊരിമാറ്റുന്ന സമീപനമാണ് സംസ്ഥാനത്തിൻ്റെതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും കെ ബാബു സഭയിൽ ആവശ്യപ്പെട്ടു. സാർ, വണ്ടി ഇടിച്ച് അപകടമരണം സംഭവിച്ച് മരിച്ച ആളുടെ കയ്യിലെ വിരലിലെ മോതിരം അടിച്ചു മാറ്റുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ. സാർ, ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മത്സരിക്കുകയാണ്. സാർ, ജനങ്ങൾ പറയുന്നത് കേന്ദ്രത്തിൽ ചേട്ടൻ മാവ, സംസ്ഥാനത്ത് അനിയൻ മാവ. അതാണ് ജനങ്ങൾ പറയുന്നത്. 6 വർഷമായി സംസ്ഥാനം നികുതി കൂട്ടിയിട്ടില്ല എന്നും ഒരു തവണ കുറയ്ക്കുകയും ചെയ്തു എന്ന വിശദീകരണം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവർത്തിച്ചു. കൂട്ടിയവർ കുറയ്ക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി നിരക്ക് കൂട്ടിയിട്ടേ ഇല്ല സാർ. എന്ന് മാത്രമല്ല, 3 വർഷം മുമ്പ് 2018 നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വില വർധനവിൽ നിന്ന് അവർ 10 രൂപയും 5 രൂപയും കുറച്ചപ്പോൾ നമ്മൾ 2 രൂപ 30 പൈസയും 1 രൂപ 57 പൈസയും കുറച്ചു സാർ. ആ പണം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ബാക്കി ഇനിയിപ്പോൾ അവിടെ കൂടി നിൽക്കുന്നത് കൂട്ടിയവർ തന്നെ കുറയ്ക്കട്ടെ. കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്, അല്ലാതെ ഇവിടെ കൂട്ടാത്തവരല്ല കുറയ്ക്കേണ്ടത്. ഇവിടെ ഒരു മാറ്റം വരുത്താത്തവരല്ല കുറയ്ക്കേണ്ടത്. കൂട്ടിയവർ തന്നെ കുറയ്ക്കുകയാണ് സാർ വേണ്ടത്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് 13 തവണ കൂട്ടി ഇതേപോലെ. അപ്പോൾ വേണമെങ്കിൽ കൂട്ടാം, അതേപോലെ നിലനിർത്താം. നമ്മൾ കുറച്ചു എന്നുള്ളത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ UDFന്റെ MLA ഇവിടെ സൈക്കിളിൽ വന്നു. എന്നാൽ പാർലമെന്റിലേക്ക് ഈ കാളവണ്ടിയിലോ സൈക്കിളിലോ പോകാൻ ഇവിടുന്ന് 19 പേരെ അയച്ചിട്ടുണ്ട് സാർ. അവരതിലേക്കൊന്ന് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് സാർ. അവിടുന്നാണ് നമുക്ക് ഒരുമിച്ച് അക്കാര്യത്തിനകത്ത് നമുക്ക് ഇടപെടാം സാർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 13 തവണ നികുതി കൂട്ടിയെന്ന് ധനമന്ത്രി പറഞ്ഞപ്പോൾ കൂട്ടിയത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ എന്ന് മന്ത്രി വിശദീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. 13 പ്രാവശ്യം കൂട്ടിയെന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് കൂട്ടിയതാണോ അതോ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വില വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി വന്ന വർധനവാണോ? വില കുറയ്ക്കാതെ പിന്മാറില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാത്തതിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധമുയർത്തി. സഭാ ഹാളിന് പുറത്തും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. ഇപ്പോൾ നേരത്തെ നടന്ന സഭാ നടപടികളുടെ വെബ് സ്ട്രീമിംഗ് നടക്കുകയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ. പെട്രോളിൻ്റെ നികുതി ഞങ്ങൾ 2016 പോകുമ്പോൾ ശരിയാണ് 2% വർദ്ധിച്ചു. ശരിയാണല്ലോ, 2% വർദ്ധിച്ചു നികുതി. 2%, 13 എന്ന് പറയുമ്പോൾ ഞെട്ടണ്ട. ഡീസലിന് ഞങ്ങൾ 2011 അധികാരത്തിൽ വരുമ്പോൾ 24.69% ഉണ്ടായിരുന്നത് ഞങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് ഈ കൂട്ടിയിട്ടൊക്കെ കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അത് 24.52% കുറഞ്ഞു. ഡീസലിൻ്റെത് കുറഞ്ഞു, നികുതി കുറഞ്ഞു. ഇതാര് പറഞ്ഞാണ്? എൻ്റെ കണക്കല്ല. ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഇവിടെ നിയമസഭയിൽ ഉത്തരമായി തന്നിരിക്കുന്നതാണ്. അപ്പൊ എന്ത് വർധനവാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയത്? ഞാൻ ശതമാന കണക്കാ പറഞ്ഞത്. നമ്മൾ ഈ സൗകര്യത്തിന് ശതമാനവും അല്ലാത്തപ്പോൾ ആക്ച്വൽസും പറയുന്ന ഏർപ്പാടുണ്ട്. ഞാൻ ഇവിടെ ശതമാനവും പറയാം, ആക്ച്വൽസും പറയാം. ഇവിടുത്തെ ആക്ച്വൽസ് എന്താണ്? UDF ഗവൺമെന്റിന്റെ കാലത്ത് 5 കൊല്ലം കേന്ദ്ര ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിച്ചതും ഇവിടെ ഞങ്ങൾ 13 പ്രാവശ്യം വർദ്ധിപ്പിച്ചതും എല്ലാമായി ഞങ്ങൾക്ക് അധിക വരുമാനമായി കിട്ടിയത് 493 കോടി രൂപ കിട്ടിയിട്ടുണ്ട് 5 കൊല്ലം കൊണ്ട്. LDF സർക്കാരിന് ഈ 5 കൊല്ലം കൊണ്ട് അധിക വരുമാനമായി കിട്ടിയത് 2 രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതിയുടെ അധിക വരുമാനം 2190 കോടി. പിന്നെ ഞങ്ങൾ കുറച്ചില്ല, ഞങ്ങളൊന്ന് കുറച്ചു, ഞങ്ങൾ കൂട്ടിയില്ല. പക്ഷെ വേറെ ഇപ്പുറത്തുകൂടി സെസ് കൂട്ടി. കിഫ്ബിയുടെ സെസ്, കിഫ്ബിക്ക് എത്രയാണ് സെസ് കിട്ടിയിരിക്കുന്നത്? 2673 കോടി രൂപ. സാർ
UDF ഗവൺമെന്റിന്റെ കാലത്ത് നികുതിയുടെ പേരിൽ അധിക വരുമാനമായി ഞങ്ങൾക്ക് 500 കോടി രൂപ കൂടുതൽ കിട്ടിയപ്പോൾ 2016 മുതൽ 2021 വരെയുള്ള നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾക്ക് കിട്ടിയത് അതിന്റെ 10 ഇരട്ടി 5000 കോടി രൂപ. 5000 കോടി രൂപ. ഇതാണ് ആക്ച്വൽസ്, ശതമാനം ആക്ച്വൽസ്. 500 കോടി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ 5000 കോടി രൂപയുടെ അധിക വരുമാനം കിട്ടിയിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ സാർ? കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയാണോ? കേന്ദ്ര ഗവൺമെന്റ് 2014 ശേഷം 12 തവണ നികുതി വർദ്ധിപ്പിക്കും, 3 തവണ കുറച്ചപ്പോഴ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നേരിയ കുറവ്, ഏതെങ്കിലും സംസ്ഥാനത്ത് 4-5 സംസ്ഥാനത്ത് ഇലക്ഷൻ നടത്തുമ്പോൾ. അല്ലാത്തപ്പോൾ ഭീമമായ വർധനവ്. ആ കുറച്ചതും കൂടി കൂട്ടും അടുത്ത പ്രാവശ്യം. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം പറഞ്ഞു. ഞാൻ സാറേ ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. പ്രതിപക്ഷത്തിന് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉണ്ടാവണം. സാർ, ഞങ്ങൾ സ്റ്റേറ്റ്സ്മാൻഷിപ്പോടുകൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കിട്ടുന്ന അധിക വരുമാനം മുഴുവനായി നിങ്ങൾ ഉപേക്ഷിക്കണ്ട. ഞങ്ങളല്ലേ പറഞ്ഞു. ഏത് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? ഞങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് എന്തും പറയാമല്ലോ. നിങ്ങൾ അധിക വരുമാനം മുഴുവൻ ഉപേക്ഷിക്കണം ഞങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. അധികമായി ഉണ്ടായിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾ, ഈ നാട്ടിലെ സ്ഥിതി വഷളായതുകൊണ്ട്, ജനങ്ങൾ വളരെ ദുഃഖം അനുഭവിക്കുന്നതുകൊണ്ട്, അതിൽ നിന്നൊരു പ്രത്യേക ശതമാനം പണമെടുത്ത് നിങ്ങളൊരു ഫ്യൂവൽ സബ്സിഡിയായി മത്സ്യത്തൊഴിലാളികൾക്ക്, ടാക്സിക്കാർക്ക്, ഓട്ടോക്കാർക്ക്, KSRTCക്ക് ഒക്കെ കൊടുക്കണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ. സാർ, അതിനേക്കാൾ വലിയ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഞങ്ങൾ ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം സാർ? കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പും സഹകരണവും ഒരു പ്രതിപക്ഷവും ഒരു കാലത്തും ചെയ്തിട്ടില്ല. ഞങ്ങളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, മറ്റ് സംസ്ഥാനങ്ങൾ ആദ്യം മന്ത്രി തോമസ് ഐസക് പറഞ്ഞത് കേന്ദ്രം എന്തെങ്കിലും കുറച്ചാൽ ഞങ്ങൾ കുറയ്ക്കാമെന്ന്. അങ്ങ് അതിൽ നിന്ന് പിന്മാറി. ഇപ്പോഴത്തെ സാഹചര്യമായിരിക്കും. അങ്ങ് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചല്ലോ, 2 രൂപ 30 പൈസയും 1 രൂപ 60 പൈസയും കുറച്ചല്ലോ. ആ കുറച്ചു എന്നുള്ളത് അങ്ങ് അംഗീകരിക്കണം. ഞങ്ങൾ കുറച്ചു. സാറേ, ഞാൻ അന്നത്തെ പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രം കണ്ടു. കേരളവും കുറച്ചു. സാർ, ഈ സ്റ്റേറ്റിന്റെ ടാക്സ് എന്തുമേലത്തെ ടാക്സാണ്? ടോട്ടൽ വിലയുടെ മേലെ ടാക്സ് അല്ലേ? ടോട്ടൽ വിലയുടെ മേലെ ടാക്സ് അല്ലേ? അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സ് കുറയുമ്പോൾ നാച്ചുറലായിട്ട് കുറയുന്ന ടാക്സ് അല്ലേ? പാർട്ടിക്കാരെ പറ്റിക്കാൻ പറ്റും ദേശാഭിമാനി കൂടി. അല്ല, ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. സാർ, അങ്ങ് പറഞ്ഞത് പഞ്ചാബിലെ കുറച്ചോ രാജസ്ഥാനിൽ കുറച്ചോ? അങ്ങ് കുറെ നാളായിട്ട് പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും നോക്കിയിരിക്കുക. അപ്പൊ നോക്കിയപ്പോ എന്താ? പഞ്ചാബിൽ കുറച്ചു, രാജസ്ഥാൻ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് രണ്ടും കുറച്ചപ്പോൾ അങ്ങ് നേരെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ കുറയ്ക്കാന്ന് പറഞ്ഞപ്പോ പഞ്ചാബും രാജസ്ഥാനും കുറച്ചോ എന്ന് ചോദിച്ചപ്പോൾ പഞ്ചാബും രാജസ്ഥാനും കുറയ്ക്കോ? അപ്പൊ മുകളിലേക്ക് നോക്കുകയാണ്. മുകളിലേക്ക് നോക്കണ്ട, കുറയ്ക്കണം. ഈ സംസ്ഥാനത്ത് ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ നികുതി വരുമാനം, നിങ്ങൾക്ക് അധികമായി 5000 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. ഈ വർഷം വളരെ കൂടുതലായിട്ട് അത് വർദ്ധിക്കാൻ പോവാണ്. സാർ, ഞങ്ങളുടെ ഉറച്ച നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഈ നികുതി ഇനിയും കുറയ്ക്കണം. സംസ്ഥാന ഗവൺമെന്റും നികുതി കുറച്ച് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ മാതൃകാപരമായി നികുതി കുറയ്ക്കാൻ തയ്യാറുണ്ടോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നികുതി കുറയ്ക്കാൻ തയ്യാറാകണം. അല്ലാതെയുള്ള നടപടികൾ, ഈ ഓയിൽ പൂളിന്റെ അക്കൗണ്ട് പറഞ്ഞും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞും BJPയെ സഹായിച്ചും ഉള്ള നിലപാടല്ല വേണ്ടത്. വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സംസ്ഥാനമാണ് കേരളം. ഈ മഹാമാരിയുടെ കാലത്ത്, സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് ജനങ്ങൾ പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും അധിക വരുമാനത്തിന്റെ പുറത്ത് കയറിയിരിക്കാതെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് നിങ്ങൾ തയ്യാറല്ല, നിങ്ങൾ പറയണം. അതിനോട് മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ അറിയണം. സാർ, അതിന് മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ അറിയണം.
പ്രതിപക്ഷ നേതാവ് ചോദിച്ചതിന് പറയാം. അങ്ങിവിടെ പറഞ്ഞല്ലോ, ചോദ്യം ചോദിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുക. അങ്ങിവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ചിട്ടുണ്ടോ എന്ന്. ഞാനത് പറയുന്നത് അങ്ങ് അതുപോലും അംഗീകരിക്കാൻ തയ്യാറല്ല. കുറച്ചതിനെ കുറച്ചൊന്നും അങ്ങ് അംഗീകരിക്കണ്ടേ? കുറച്ചത് ഇവിടെ 2 രൂപ 30 പൈസയും 1 രൂപ 57 പൈസയും ഞങ്ങൾ കുറച്ചു. കുറയ്ക്കാതിരിക്കാമായിരുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് 4 തവണ കുറച്ചു, 13 തവണ കൂട്ടി എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പം 4 തവണ കുറച്ചു, 13 തവണ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ കൂട്ടാനും പറ്റും, കുറയ്ക്കാതിരിക്കാം. ഈ കണക്കുകളോട് വെച്ച് 19/5/2011 മുതലുള്ള കണക്കാണുള്ളത്. നമ്മൾ ഈ കണക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കണക്ക് ഇവിടെ ഉണ്ട്. അങ്ങയുടെ അന്നത്തെ മുഖ്യമന്ത്രിയും നിങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യം കുറയ്ക്കാൻ തീരുമാനിച്ചു, കുറച്ചു. മന്ത്രി പറയട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. ഈ കാര്യത്തിന്റെ വർധന 200 കോടിയിലടുകയാണ് കിട്ടുന്നത്. ഇതേ അസംബ്ലിയിൽ നമുക്ക് ഈ വർദ്ധിപ്പിച്ച സമയത്ത് ആകെ 200 കോടിയാണ് കിട്ടിയതെന്ന് ഇതേ അസംബ്ലി വന്നിട്ടുണ്ട്. അത്രയേ കിട്ടിയിട്ടുള്ളൂ. KSRTC ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഏകദേശം ഫുൾ സബ്സിഡി അല്ലേ അദ്ദേഹം പറഞ്ഞു നേരത്തെ. KSRTC ഉൾപ്പെടെ. പിന്നെ കിഫ്ബി പോലുള്ള പദ്ധതികൾക്ക് പണമെടുക്കുന്നത് മുഴുവൻ ഈ നാട്ടിൽ 64,000 കോടിയുടെ പദ്ധതി ധനാനുമതി കൊടുത്തു, 20,000 കോടിയുടെ നിർമ്മാണം വന്നു, ഇത്രയേറെ അടിസ്ഥാന സൗകര്യം വന്നല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങൾ ഈ കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചാണ്. ഞാൻ ഓരോ സ്റ്റേറ്റിനെ ആകാശത്തേക്കൊന്നും നോക്കുമല്ല. പഞ്ചാബ് കുറച്ചു, രാജസ്ഥാൻ കുറയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്ന് പറഞ്ഞാൽ അതിശക്തമായ പ്രതിഷേധം പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അവർ കുറയ്ക്കോ കൂട്ടോ ചെയ്യട്ടെ. എന്തായാലും ഇന്നത്തെ വില 116 രൂപയാണ് പെട്രോളിന്. ഇന്നത്തെ വില 116 രൂപ. എന്തായാലും അവർ കുറയ്ക്കോ കൂട്ടോ ചെയ്യട്ടെ. ഞങ്ങളുടെ ഈ കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ ഞങ്ങളിവിടെ കുറച്ചു എന്നുള്ള കാര്യം അംഗീകരിക്കാൻ അങ്ങ് തയ്യാറാവണം. അങ്ങനെ കുറയ്ക്കാതിരിക്കാമെന്നുള്ള ഒരു ഉദാഹരണമാണ്. തീരുമാനിച്ചാൽ മതിയല്ലോ. ഞങ്ങൾ 2 രൂപ ഇതിനെ കൂടെ നിർത്തുന്നു എന്ന് തീരുമാനിച്ചാൽ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി കിട്ടാമല്ലോ. 2 രൂപ ഈ വന്ന കുറവ് ഞങ്ങൾ കൊടുക്കുന്നില്ല. 2 രൂപ 30 പൈസ ഞങ്ങൾ കൊടുക്കുന്നില്ല. 10 രൂപ കേന്ദ്രം പറഞ്ഞപ്പോൾ പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ 12.30 12 രൂപ 30 പൈസ കുറഞ്ഞല്ലോ. അപ്പോഴും ഇവിടുത്തെ ഊന്നൽ എന്താ? ഈ ഊന്നൽ ഇങ്ങനെ കൊടുത്താൽ BJPക്ക് സഹായകരമായിട്ട് ആരാ നിലപാടെടുക്കുന്നത്? BJP ഇന്ത്യയിലാകെ സമരം നടത്തുമ്പോൾ ഇവിടെയും അതിന് സഹായിക്കുന്നവരെ അങ്ങ് ചിന്തിച്ചാൽ മതി. സാർ വളരെ കൃത്യമാണ് ചോദ്യം. സംസ്ഥാന ഗവൺമെന്റിന് ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 5 വർഷം കൊണ്ട് വന്ന വർധനവ്, ടാക്സിന്റെ വർധനവ് 95%. 5 വർഷം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റിന് വന്ന വർധനവ് 15% മാത്രമേ ഉള്ളൂ. അതിവിടെ കണക്കാ. 3000 ചില്ലാനത്തിൽ ആ വർധനവ് വേണ്ട. അപ്പൊ ആ വർധനവിന്റെ ഭാഗമായിട്ട് 95% 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർധന പെട്രോളിയം ഫ്യൂവൽ നികുതി വന്നെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് 15% മാത്രമേ നമ്മുടെ ഇൻകം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്ഥിതി മനസ്സിലാവും? ഇതും ആധികാരികമായി നമ്മുടെ കണക്കാണ്, രേഖയാണ്. സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പൊ അവസാനം പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കണക്കാണ്. കാരണം 500 കോടി 5000 കോടി രൂപയായി വർദ്ധിച്ചപ്പോൾ 95% ടാക്സ് എവിടെ വർദ്ധിച്ചെന്നാണ് പറയുന്നത്? സാർ ഇവിടെ ചോദ്യം ലളിതമാണ്. സംസ്ഥാന ഗവൺമെന്റിന് 5000 കോടി രൂപയിലേറെ അധിക വരുമാനമുണ്ടായി. ആ അധിക വരുമാനം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ നികുതി കുറച്ച് ജനങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടെന്നാണ്. നിങ്ങൾ ഒറ്റ ചോദ്യം, ഞങ്ങളുടെ കാലത്ത് 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ ഡീസലും അടിക്കുമ്പോൾ എത്ര രൂപയാണ് സംസ്ഥാനത്തിന് ടാക്സ് കിട്ടിയിരുന്നത്? ഇപ്പോൾ 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ ഡീസലും അടിക്കുമ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ ടാക്സ് മേടിക്കുന്നത്? അത് പറയണോ? അപ്പൊ അതൊന്നും പറയില്ല, നിങ്ങളിതൊന്നും പറയില്ല. നിങ്ങൾ ഈ BJP ഇത് വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിപ്പിക്കുന്നതിൽ സന്തോഷിച്ച് അതിൻ്റെ കൂടെ അധിക വരുമാനം വാങ്ങിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ 2 കൂട്ടരും കൂടി ഒരുമിച്ച് ഈ നികുതി ഭീകരത ആ നികുതി ഭീകരതയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതുകൊണ്ട് വില കുറയ്ക്കാതെ ഞങ്ങൾ പിന്നോക്കം മാറുന്ന പ്രശ്നമില്ല. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ KN ഉണ്ണികൃഷ്ണൻ. സാർ, സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ
പൊതുവായ ചില പ്രശ്നങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2019-2020 പബ്ലിക് എൻ്റർപ്രൈസസ് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാകെയുള്ള കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപം 21,96,438 കോടിയാണ്. 2018-2019 കേരളത്തിലുള്ളത് 56,379 കോടിയുടെ നിക്ഷേപമാണ്. ഇന്ത്യയിലാകെയുള്ള കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ 2.57% മാത്രമാണിത്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിലാകെ പൊതുമേഖലാ നിക്ഷേപം ഇന്നത്തെ കണക്ക് 21,58,877 കോടിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം വിൽക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. സാർ, റെയിൽവേയിൽ വൻതോതിൽ വിൽപ്പന നടക്കുകയാണ്. കേരളത്തിലെ പ്രധാന തീവണ്ടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന വാർത്തകളുമുണ്ട്. ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളായ എയർ ഇന്ത്യയും LICയും ഇന്ത്യ പോസ്റ്റുമൊക്കെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭീഷണിയിലാണ്. എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് കൈമാറിക്കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ പൊതുമേഖലയെ സംരക്ഷിക്കാനും ഓരോ സ്ഥാപനങ്ങളിലെയും നിലവിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനും കേരള സർക്കാരിൻ്റെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. സാർ, നമ്മുടെ ജില്ലയിലെ BPCLൻ്റെ കഥയെടുത്താൽ അവിടെ BPCLനെ കണ്ണുവെച്ച് മോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും അടുപ്പക്കാരനായ ഗൗതം അദാനി ഗ്രൂപ്പ് കഴുകൻ കണ്ണുകളോടെ രംഗത്ത് വന്ന വാർത്തകൾ ഇന്ന് പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ ശുദ്ധീകരണശാലയാണ് കൊച്ചി റിഫൈനറി. കൊച്ചി റിഫൈനറിയിലെ 5 ലക്ഷം ടൺ പ്രോപ്പലിൻ ഉപയോഗിച്ച് പെട്രോ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ ഒരു യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പോളിയോൾ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. 11,300 കോടിയുടെ പദ്ധതിയാണ്. 2019 പ്രധാനമന്ത്രി തറക്കല്ലിട്ടതിന് ശേഷം നിശ്ചലാവസ്ഥയിൽ കിടക്കുകയാണ്. പദ്ധതി ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ ഇടപെടൽ ആവശ്യമാണ്. കാരണം FACTയുടെ നിയമസഭയിലുണ്ടായ സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് വെബ് സ്ട്രീമിംഗിലൂടെ നമ്മൾ കാണുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവും K ബാബു അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളും ഇക്കാര്യത്തിലെ ഇന്ധനവില വർധനവിലെ പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നികുതി കുറക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് അവർ പറഞ്ഞു. അവിടെ പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതിപക്ഷാംഗങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നടുത്തളത്തിൽ പ്രതിഷേധിച്ചതിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി കുത്തിയിരുന്നവരുടെ പ്രതിഷേധം ഒന്നുകൂടെ വ്യക്തമാക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ, പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ, പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം. പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഓർഡർ. കുറ്റവരാരും തന്നെ ഇവിടെ ഇല്ല. നോ, എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സംസ്ഥാനത്ത് പ്രളയ മുന്നൊരുക്കങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് CAG റിപ്പോർട്ട്. പ്രളയ നിയന്ത്രണത്തിനും പ്രളയ നിവാരണത്തിനുമുള്ള വ്യവസ്ഥകൾ സംസ്ഥാന ജലനയത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മഴ, നദിയുടെ ഒഴുക്ക് എന്നിവയുടെ തത്സമയ ഡാറ്റ ലഭിക്കാൻ സംവിധാനമില്ല. കേരളത്തിലെ പ്രളയം മുന്നൊരുക്കവും പ്രതിരോധവും എന്ന വിഷയത്തിലാണ് CAGയുടെ റിപ്പോർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംവിധാനങ്ങൾക്ക് പാകപ്പിഴകളുണ്ട് എന്ന പൊതു നിരീക്ഷണമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പ്രളയത്തിൽ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ വെച്ച് തന്നെയും പിഴവുണ്ടായി എന്ന് സ്പെസിഫിക്കായി ചൂണ്ടിക്കാണിക്കുകയാണോ?
തീർച്ചയായും നമ്മുടെ സംവിധാനങ്ങളിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തു പോയിരുന്നുവെങ്കിൽ പ്രളയമുണ്ടായതിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സമഗ്ര രൂപം എന്ന് പറയാം. എന്തായാലും പ്രളയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കണ്ടെത്തൽ. വിവിധ പോയിന്റുകൾ കൃത്യമായി CAG റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലനയത്തിനനുസരിച്ച് കേരളത്തിൽ ജലനയം രൂപീകരിച്ചിരുന്നില്ല. 2008 ജലനയം മാത്രമായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. 2018 പ്രളയം ഉണ്ടാകുന്നതുവരെ 2008 ശേഷം 10 വർഷത്തോളം ജലനയം പുതുക്കിയിരുന്നില്ല. പ്രളയ നിയന്ത്രണത്തിനും പ്രളയ നിവാരണത്തിനും സംസ്ഥാന തലത്തിൽ ഈ ജലനയം പുതുക്കണമായിരുന്നു. ഫ്ലഡ് ഹസാർഡ് മാപ്പ് സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഫ്ലഡ് ഹസാർഡ് മാപ്പ് എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാനം അത് നടപ്പാക്കിയില്ല. ഫ്ലഡ് സസെപ്റ്റിബിലിറ്റി മാപ്പ് കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ സംസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാപ്പിലാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താതെ പോയത്. കൂടാതെ മഴ അളക്കാനുള്ള 32 റെയിൽ ഗേജുകൾ ആവശ്യമെന്നുള്ള സ്ഥലത്ത് 6 റെയിൽ ഗേജുകൾ മാത്രമായിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നത്. മഴ, നദി എന്നിവയുടെ ഒഴുക്ക് ഇവയുടെ തത്സമയ ഡേറ്റ ലഭ്യമാക്കുന്നതിന് 5 വർഷം കഴിഞ്ഞിട്ടും വിശ്വസനീയമായ ഒരു ഡേറ്റ ഇപ്പോഴും ലഭ്യമല്ല. അണക്കെട്ടുകളുടെ സൈറ്റുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയുടെ മേഖലകളിൽ 2018 പ്രളയശേഷവും കൃത്യമായ ആശയവിനിമയത്തിന് കൃത്യമായ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. 2018 പ്രളയ സമയത്ത് ഇടമലയാർ റിസർവോയിലെ റൂൾ കർവ് ഉണ്ടായിരുന്നില്ല. റൂൾ കർവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് എത്താവുന്ന, അതായത് സിമുലേഷൻ പഠനങ്ങൾ വെച്ചുള്ള കണക്കാണ്, എത്താവുന്ന വെള്ളത്തിന്റെ അളവ് ഒരുപക്ഷെ കുറഞ്ഞേനെ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1983 രൂപീകരിച്ച ഇടുക്കി റിസർവോയിലെ റൂൾ കർവ് പുനരവലോകനം ചെയ്തിരുന്നില്ല. ചെറുതോണി നദീതീരത്തെ കയ്യേറ്റങ്ങൾ നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. ഇതേ തുടർന്ന് 2018 പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രളയ ഭീഷണി ഉണ്ടായാൽ ചെയ്യേണ്ടിയിരുന്ന മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നില്ല. ചെങ്കൽ തോട്ടിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഡൈവേർട്ടിംഗ് കനാൽ രൂപീകരിച്ചിരുന്നില്ല. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ലീഡിംഗ് ചാനലിന്റെ ആഴവും വീതിയും കൂട്ടാൻ ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു. പക്ഷേ അത് ലക്ഷ്യസ്ഥാനം കണ്ടില്ല. സ്പിൽവേയുടെ കവാടത്തിൽ 500-ലധികം മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് 2018 ആലപ്പുഴയിലും പ്രളയ സമാന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ 2018 പ്രളയശേഷം സർക്കാർ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചുവെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും 18% നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നും ഈ CAG-യുടെ ഈ കണ്ടെത്തലുണ്ട്. എന്തായാലും പ്രളയ സമയത്ത് പ്രതിപക്ഷമടക്കം ആരോപിക്കുകയും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടക്കം പഠന റിപ്പോർട്ടിന്റെ ഭാഗമായി വരികയും ചെയ്ത കണ്ടെത്തലുകൾ അതിൽ ചില കാര്യങ്ങൾ ഇതിലും പരാമർശിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു എന്ന അടിയന്തര പ്രമേയത്തിലും ഇക്കാര്യങ്ങൾ പ്രതിപക്ഷം പരോക്ഷമായി സൂചിപ്പിച്ചു പോയിരുന്നു. വരും ദിവസങ്ങളിൽ എന്തായാലും CAG റിപ്പോർട്ട് സഭയിൽ പ്രതിപക്ഷ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹനീഷ്. ശരി, നന്ദി ഉമേഷ്. വിവരങ്ങൾക്ക് എന്തായാലും വലിയ രാഷ്ട്രീയമായിട്ട് അത്തരത്തിൽ ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കുന്നൊരു സംഗതിയാണ് വന്നിരിക്കുന്നത്. ഈ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ 1-ാം തീയതി യോഗം ചേർന്നില്ല എന്നുറപ്പാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു. സെപ്റ്റംബർ 17 യോഗം ചേർന്നു എന്നത് പരസ്യമായ കാര്യമാണ്. അന്നത്തെ യോഗങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചർച്ചയായിട്ടുമുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട് ഉന്നയിച്ചു. തമിഴ്നാട് അപേക്ഷ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. പുതിയ ഡാം ഉണ്ടാകണം എന്നാണ് സർക്കാരിൻ്റെ നിലപാടെന്നും റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് പറഞ്ഞു. എന്നോട് ചോദിച്ചതും ഞാൻ പറഞ്ഞതും 17-ാം തീയതി മീറ്റിംഗ് ചേർന്നില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു. 1-ാം തീയതി മീറ്റിംഗ് ചേർന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചത്. ആ കവറിംഗ് ലെറ്ററിൽ കാണിച്ച ഡേറ്റും 1/11. 1/11 ചേർന്ന യോഗത്തിൻ്റെ തീരുമാനപ്രകാരം എന്നുള്ളതാണ് നിങ്ങൾ എന്നെ കാണിച്ച മിനിറ്റ്സിൻ്റെ ഭാഗമായിട്ട് കാണിച്ചത്. 1/11 യോഗം ചേർന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 17-ാം തീയതി യോഗം ചേർന്ന് വരാൻ പരസ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നല്ലേ? അത് പറയട്ടെ, ധാരണ എന്താ പറയുന്നത്? തീരുമാനം എടുത്തോ? ആലോചന നിൽക്കുന്നൊരു കാര്യത്തില്ല. മരം മുറിക്കാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിൽ തീരുമാനം കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ മന്ത്രിസഭയെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ അറിയിക്കണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല.
വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നിറയെ സമയമെടുത്താണ് റോഷി അഗസ്റ്റിൻ ഇക്കാര്യങ്ങളെ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്താണ്? സനീഷ്, അദ്ദേഹം കൃത്യമായി ഇന്നലെ എടുത്ത നിലപാടിന്റെ തുടർച്ചയായി തന്നെ ഇന്നും അതേ നിലപാട് ആവർത്തിക്കുന്നു. 1-ാം തീയതി യോഗം ചേർന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അത് അദ്ദേഹം കൃത്യമായി പറയുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് 1-ാം തീയതി യോഗത്തെ കുറിച്ചാണ്. അതില്ല എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. 17-ാം തീയതി യോഗം ചേർന്നു. പക്ഷെ ഒരു തീരുമാനം ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തതായി കാണുന്നില്ല. മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട് ഉയർത്തിരുന്നു. അവരോട് അപേക്ഷ വെക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇതുവരെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതായി പറയുന്നില്ല. കവറിംഗ് ലെറ്ററിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ താഴെയുള്ള പ്രൊസീഡിംഗ്സ് ഭാഗത്ത് ഒരിടത്തും ജലവിഭവ വകുപ്പിന്റെ പേരോ പരാമർശമോ തന്റെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും യോഗത്തിന്റെ എന്തെങ്കിലും മിനിറ്റ്സോ കാര്യങ്ങളോ വന്നാൽ അതിനനുസരിച്ച് താൻ തുടർ നിലപാടെടുക്കും. അതായത് വേണമെങ്കിൽ അപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഇനി ചീഫ് സെക്രട്ടറി പരിശോധിക്കുകയാണ്. മന്ത്രിസഭ അതാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നിലപാട് പറയട്ടെ എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇക്കാര്യത്തിൽ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസും മറ്റും നൽകിയ കാര്യം ചോദിച്ചപ്പോൾ അത് സ്പീക്കർ പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. പല യോഗങ്ങളും ഈ വകുപ്പുകളിൽ നടക്കാറുണ്ട്. യോഗങ്ങളെ കുറിച്ച് എല്ലാം പറയേണ്ട കാര്യമില്ല, പക്ഷെ തീരുമാനങ്ങളെ കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ഇവിടെ തീരുമാനമെടുത്തതായി ഇങ്ങനൊരു യോഗം ചേരുകയോ ആ യോഗത്തിൽ തീരുമാനമെടുക്കുകയോ ചെയ്തതായി തങ്ങൾക്ക് യാതൊരു അറിവും, തന്റെ ഓഫീസിനും തനിക്കും യാതൊരു അറിവുമില്ല എന്ന നിലപാട് റോഷി ആവർത്തിക്കുകയാണ്. ശരി, നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മോൻസൺ മാവുങ്കലിന് എതിരായ പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻ DGP ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും അയച്ച കത്തുകളും റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വിശദമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? പുതിയ വിവരങ്ങളുണ്ടോ? സനീഷ, മുദ്ര വെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭ്യമല്ല. എങ്കിൽ പോലും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ മോൺസൺ മാവുങ്കലിന് എതിരെ എത്രത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് സംബന്ധിച്ച അന്വേഷണം ഏത് നിലയിൽ എത്തി നിൽക്കുന്നു. അത് മാത്രമല്ല, 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ മോൺസന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയിരുന്നത്, ഇത് സംബന്ധിച്ച് ഇവർ പുരാവസ്തുക്കളല്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് കോടതി ചോദിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ വിദേശത്തുള്ള സംഘടനകളുടെ പങ്കാളിത്തം സംബന്ധിച്ച് അത്തരത്തിലുള്ള സംഘടനകൾ ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ നൽകാനാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് കേസ് പരിഗണിച്ചപ്പോൾ 2 കത്തുകൾ സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, ലോക്നാഥ് ബെഹ്റ, അന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ ഇന്റലിജൻസിന് അയച്ച കത്ത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം ADGP മനോജ് എബ്രഹാം ഒരു കത്ത് അയച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് കത്തല്ല, ഒരു നോട്ടാണ് കൈമാറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ നോട്ട് സംബന്ധിച്ച വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിലപാടുണ്ടാവും എന്നുള്ളത് സംബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോൺസൺ മാവുങ്കലിനെ ഇപ്പോൾ പോക്സോ കേസിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. മോൺസന്റെ കലൂരിലുള്ള വീട്ടിലെത്തിച്ചാണ് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ ആ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകളെ, പ്രായപൂർത്തിയാകാത്ത മകളെ ഉന്നത വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. ആ കേസിൽ നേരത്തെ തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് തന്നെ മോൺസിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. കൽപ്പാത്തി രഥോത്സവം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോപിച്ചു. കൽപ്പാത്തി രഥോത്സവം നടത്താൻ സർക്കാർ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരസഭ ഇന്ന് പ്രമേയം പാസാക്കി. തൃശൂർ പൂരത്തിന് പ്രത്യേക അനുമതി നൽകിയ രീതിയിൽ തന്നെ കൽപ്പാത്തി രഥോത്സവത്തിനും അനുമതി നൽകണം എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്ന് ചേരുന്നു. പ്രസാദ്, സർക്കാർ ഏത് വിധത്തിൽ രഥോത്സവം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് നഗരസഭ ഭരണാധികാരികൾ പറയുന്നത്?
സനീഷ്, രഥോത്സവത്തിൽ രഥപ്രയാണത്തിന് അനുമതി നിഷേധിച്ചതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ഇതിൽ ചെറിയ രഥങ്ങൾ വലിക്കുന്നതിന് പോലും അനുമതി ഇല്ല എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്ന് പാലക്കാട് നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ രഥോത്സവത്തിലെ രഥപ്രയാണത്തിന് ഉൾപ്പെടെ എല്ലാ ചടങ്ങുകൾക്കും അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ പ്രമേയത്തെ എല്ലാവരും UDF-ഉം CPM-ഉം ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും അനുകൂലിച്ചു. അതിനുശേഷം നടന്ന ചർച്ചയിലാണ് നഗരസഭാ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് നടത്തിയ പരാമർശം വലിയ ബഹളത്തിന് കാരണമായിട്ടുള്ളത്. അതിൽ കൃഷ്ണദാസ് ആരോപിക്കുന്നത് സർക്കാർ രഥോത്സവം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് ഷാഫി പറമ്പിലിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ UDF അംഗങ്ങളും CPM അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഈ പരാമർശം പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതാണ് വലിയ ബഹളത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. രഥോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. കോവിഡ് വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വിമുഖത നിൽക്കുന്ന പ്രദേശങ്ങൾ രാജ്യത്തുണ്ട്. ആളുകളെ വാക്സിനേഷന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അവരെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും പല മാർഗങ്ങളും ആരോഗ്യ പ്രവർത്തകർ ആവിഷ്കരിക്കുന്നുണ്ട്. ബീഹാറിലെ പട്നയിൽ നറുക്കെടുപ്പും സമ്മാനങ്ങളുമാണ് വാക്സിനേഷൻ ബോധവൽക്കരണത്തിനായി ഒരുക്കിയത്. ബീഹാറിൽ രണ്ടാം ഘട്ട വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കാനും വാക്സിൻ എടുപ്പിക്കാനുമായി ബോധവൽക്കരണത്തിനൊപ്പം ഒരു നറുക്കെടുപ്പ് കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ. നറുക്ക് കിട്ടുന്നവർക്കായി കാത്തിരിക്കുന്നത് ബൈക്കും ടിവിയും അടക്കമുള്ള സമ്മാനങ്ങൾ. नवंबर से 26 नवंबर तक जो लोग सेकेंड डोज लेंगे उन सभी लोगों के लिए हम लोगों ने लकी ड्रा निकालने का निर्णय लिया है और उसमें प्राइज हम लोगों ने बहुत सारे रखा है. വാക്സിനേഷൻ ഡ്രൈവിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട രാജ്യത്തെ 10 നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് പാട്ന. അതുകൂടി പരിഗണിച്ചാണ് സമ്മാനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ ജനങ്ങളിലേക്ക് എത്തുന്നത്. ജില്ലാ ഭരണകൂടം കെയർ ഇന്ത്യ എന്ന NGO-യുമായി സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. वैक्सीन രണ്ടാം ഡോസ് എടുക്കുന്നവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. ये तो नया पहल है तो इससे आदमी तो आकर्षित होगा ही, क्योंकि ऐसे तो जनरली लोग लेते नहीं है. ആദ്യം കോവിൻ ആപ്പോ ആരോഗ്യ സെതു ആപ്പോ ഡൗൺലോഡ് ചെയ്യണം. പട്നയിലെ ക്യാമ്പുകളിൽ രണ്ടാം ഡോസിനായി ഈ മാസം 26-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. പിന്നീട് ക്യാമ്പുകളിലെത്തി വാക്സിനേഷൻ സ്വീകരിച്ച ശേഷം പേരും വിലാസവും ഫോൺ നമ്പരും പ്രത്യേക ഫോമിൽ പൂരിപ്പിച്ചു നൽകണം. 28-നാണ് നറുക്കെടുപ്പ്. നറുക്കെടുപ്പിന്റെയും സമ്മാനങ്ങളുടെയും കാര്യം അറിഞ്ഞതോടെ രണ്ടാം ഡോസ് വാക്സിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയെന്ന് പട്ന ജില്ലാ ഭരണകൂടം പറയുന്നു. ന്യൂസ് 18 പട്ന. ഇടവേളയിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ചില ജില്ലകളിൽ ഇപ്പോൾ തന്നെയും ശക്തമായ മഴയും അതിൻ്റെ മറ്റ് പ്രയാസങ്ങളുമുണ്ട്. കൂടുതൽ മഴ ശക്തമാകുമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? തീർച്ചയായും മഴ കൂടുതൽ ശക്തമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. ഏകദേശം 24 മണിക്കൂറിൽ 116 മില്ലിമീറ്റർ വരെ മഴ ഈ 5 ജില്ലകളിൽ ലഭിക്കാനാണ് സാധ്യത. 15-ാം തീയതി വരെ മഴ ഇതേ രീതിയിൽ തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴ നാളെ മുതൽ ഇതേ രീതിയിൽ തുടർന്നു പോകുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ കരയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ആന്ധ്ര കരസ്ഥാനത്തേക്ക് പോവും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും തമിഴ്നാട് തീരത്തിൽ കൂടി കടന്ന് കേരള തീരം വഴി അറബിക്കടലിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പ്. ഇപ്പോൾ പുതിയ മുന്നറിയിപ്പിൽ എന്തായാലും കേരളം കര തൊടില്ല എന്നുള്ള ഒരു അനുമാനമാണ് ഉള്ളത്. സനീഷ്, ശരി.
നന്ദി ഉമേഷ്. 2018 പ്രളയത്തിൽ കൃഷി നശിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിയെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കും. കർഷകരുടെ നഷ്ടപരിഹാര അപേക്ഷകളിൽ 30 ദിവസത്തിനകം പരിഹാരം കാണണം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒക്ടോബറിലെ പ്രളയത്തിൽ 216 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 2018 പ്രളയത്തിൽ കൃഷി നശിച്ച അർഹരായ മുഴുവൻ കർഷകർക്കും ധനസഹായം വിതരണം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരത്തിന്റെ തുക ആർക്കെങ്കിലും ലഭിക്കാനുണ്ട് എങ്കിൽ കൃത്യമായെന്നവണ്ണം അത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. നമുക്ക് 2018 പ്രളയത്തിന്റെ കണക്ക് കൂട്ടിയപ്പോൾ അർഹരായിട്ടുള്ള എല്ലാവർക്കും ആ ധനസഹായം നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഇതുവരെയും മറ്റ് പരാതികൾ എങ്ങു നിന്നും ഉയർന്നു വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നതായിരിക്കും. തൊടുപുഴ കരിങ്കുന്നത്ത് വീട്ടമ്മയെ കയറി പിടിച്ച SI അറസ്റ്റിൽ. സ്പെഷ്യൽ ബ്രാഞ്ച് SI ബജിത് ലാൽ ആണ് അറസ്റ്റിലായത്. ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടമ്മയ്ക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. വിവരങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എന്താണ് ഉണ്ടായത്? കേസും പോലീസ് നടപടികളുമൊക്കെ സ്വീകരിച്ചിട്ടില്ലേ അവർ? സനീഷ്, ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. തൊടുപുഴയ്ക്കടുത്ത് കരിങ്കുന്നം സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കരിങ്കുന്നം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ കരിങ്കുന്നം സ്വദേശി തന്നെയാണ് ഇദ്ദേഹം. ഇയാൾ SI ബജിത് ലാലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇദ്ദേഹം ഇന്നലെ വൈകുന്നേരം മദ്യപിച്ചതിന് ശേഷം വീട്ടിലെത്തിയിരുന്നു. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന വീട്ടമ്മയെ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ഉടൻ പോലീസ് ആ സ്ഥലത്തെത്തി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കി. ഇയാൾ മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, നന്ദി സാഗർ ആ വിവരങ്ങൾക്ക്.